അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അതുപോലെ എനിക്കും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നല്ലൊരു കയ്പക്ക അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്ന്. കുറേ ആൾക്കാർ മാറി മാറിയിട്ട് അച്ചാർ ഓരോന്നോരോന്നും പറയുന്നുണ്ട്. അപ്പോൾ അത് ഓരോരോ ആൾക്കാർക്ക് വേണ്ടുന്ന വെറൈറ്റിയിൽ തന്നെ ഞാൻ ആക്കി കൊടുക്കുന്നതാണ്. ഇത് 3 കിലോ കയ്പക്ക നന്നായി മുറിച്ച് കഴുകിയിട്ട് വെച്ചിട്ടുണ്ട്. അതിനാവശ്യമായ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, മുളക് പൊടി, കറിവേപ്പ്, ചതക്കിയ മുളക്, നമ്മളെ മുതുമ മുളക് ജ്യൂസ് മിക്സിയിലിട്ടിട്ട് ചതക്കിയത്, കടുക് പൊടിച്ചത്. ഇത് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ എള്ളെണ്ണ നമുക്ക് ഒഴിക്കാം. എണ്ണ ഒഴിച്ച് നന്നായി ചൂടാവട്ടെ. എണ്ണ നന്നായി ചൂടാവട്ടെ. പിന്നെ നമ്മളെ കായപ്പൊടി, ഉലുവ പൊടിച്ചത് എല്ലാം തയ്യാറാക്കി വെച്ച് ഇനി നമുക്ക് തുടങ്ങാം. എണ്ണ നന്നായി കായട്ട്. പിന്നെ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്ന ഓണാലടുത്ത് ഒരു ഓണത്തിൻ്റെ പരിപാടികൾ നമ്മളെ കഴിഞ്ഞ്. ഇനി ഓണത്തിൻ്റെ അന്ന് 5-ാം തീയതി രാവിലെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാറുണ്ട്. അതും കൂടി നിങ്ങൾക്ക് അങ്ങനെ നമ്മളെ ഓണം നബിദിനം എല്ലാം ഒന്നിച്ചായി. നമ്മൾക്ക് കൊല്ലത്തേക്ക് ഒന്നല്ല നബിദിനം കിട്ടുന്നു, ഓണം കിട്ടുന്നു. അത് നല്ല ആഘോഷമാണ്. എൻ്റെ മാപ്പിൻ്റെ നാട്ടിലെല്ലാം ഭയങ്കര ആഘോഷമാണ്. നമ്മളെല്ലാം വിളിച്ചിനി, പോവാൻ സമയമില്ല. ഇപ്പോൾ കുറേ അച്ചാറിൻ്റെ ഓർഡർ ഉണ്ട്. പിന്നെ മാപ്പിളക്ക് നബിദിനത്തിൻ്റെ വെപ്പുണ്ട്. അപ്പോൾ ഏടിയും ഇപ്പം ഓണവും നബിദിനെല്ലാം കഴിഞ്ഞിട്ടേക്ക് വരാമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി അതിലേക്ക് ഞാൻ കടുക് ഇടുന്നുണ്ട്. ഇത് എള്ളെണ്ണയിൽ തന്നെ നമ്മൾ ഏത് അച്ചാറാക്കുമ്പോൾ എള്ളെണ്ണയിൽ തന്നെ നമ്മൾ ആക്കണം. അപ്പോൾ എന്താ കേട് കൂടുതല നല്ലോണം. ചെറിയൊരു അച്ചാർ വാങ്ങിയിട്ടേക്ക് 2 സ്പൂണ് ഇങ്ങനെ സ്പൂണൊന്ന് കഴുകാതെ വെള്ളത്തോടെ എടുത്താൽ വേഗം പൂപ്പല പിടിക്കും. ഇതിനെല്ലാം നല്ല ഇത് വേണം. നല്ല ഉണങ്ങിയ സ്പൂണോടെ നമ്മൾ എടുത്തു വിടും. പച്ചമുളക് ഇട്ട്, വെളുത്തുള്ളി, ഇഞ്ചി നന്നായി ഒന്നിട്ട് കായട്ട്. അതിലേക്ക് തന്നെ നല്ല നാടൻ കറിവേപ്പ് നന്നായി ഇത് പൊയ്യണം. അങ്ങനെ ഫസ്റ്റ് തന്നെ നമുക്ക് എന്താക്കാം, ചതക്കിയ മുളകിടാം. നന്നായി ഒന്നിത് കായണം. നല്ല രസമാണ് കയ്പക്കച്ചാറ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ നമ്മളെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഞാൻ ഇടുന്നുണ്ട്. നന്നായി മുളക് പൊടി ഇട്ടതിന് ശേഷം നല്ല ഇതൊന്ന് ചോക്കണം. എന്നാലേ നമുക്ക് സിർക്ക ഇതിലേക്ക് ഒഴിക്കാം. നന്നായി നമുക്കിത് ഇളക്കാം. ഇതിലേക്ക് ഞാൻ കല്ലുപ്പിടുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ മുറിച്ച് വെച്ച നല്ല കഴുകിയിട്ട് നല്ല മഞ്ഞപ്പൊടിയെല്ലാം ഇട്ട് ഒരു 10 പ്രാവശ്യം ഉപ്പെല്ലാം ഇട്ടിട്ട് കഴുകിയിട്ട് വെച്ചതാണ്. അത് ഇതിലേക്ക് ചെരിയുന്നുണ്ട്. പച്ചക്കറി മുറിച്ചാൽ എപ്പോഴും മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഉപ്പ് കൂട്ടിയിട്ട് വെക്കണം, കല്ലുപ്പ് കൂട്ടിയിട്ട്. ഇത് നല്ല വെള്ളമൊന്നും ഇല്ലാതെ അരിച്ചിട്ടായിട്ട് ഇത് മാറ്റിയിട്ട് വെച്ച് ഒരു തുള്ളി വെള്ളമായിക്കൂടാ. നമുക്കിത് നന്നായി ഒന്ന് ഇളക്കാം. ഇതിൻ്റെ ആവിയിൽ തന്നെ നമുക്ക് വേവിക്കണം. ആവിയിൽ തന്നെ വേവിക്കണം ഇത്.
അങ്ങനെ നമ്മളെ കയ്പ്പക്കച്ചാർ ഇവിടെ റെഡിയായി. ഇതിലേക്ക് ഇനി ഒരു 3 പൊടികൾ ഇടാനുണ്ട് നമുക്ക്. അതും കൂടി ഇട്ടാൽ നമ്മൾ റെഡി. കയ്പ്പക്കച്ചാർ റെഡി. ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സപ്പ് നമ്പറിൽ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഓർഡർ ചെയ്യാം. അങ്ങനെ നമുക്ക് കടുക് പൊടിച്ചത് ഫസ്റ്റ് ഇടാം. ഇതാണ് കടുക് പൊടിച്ചത്. പിന്നെ നമ്മൾ ഇടുന്ന ഉലുവാപ്പൊടി, പിന്നെ കായപ്പൊടി. ഇതാണ് മെയിൻ വേണ്ടത്. നന്നായി നമുക്കിത് ഇളക്കാം. ഇതന്നെ മതി നമുക്ക് ചോറിന് കേട്ടാ. ഒരു കറിയും നമ്മൾ വെക്കേണ്ടതിൽ വരൂല. ഒരു കറിയും വേണ്ട. അങ്ങനെ നമ്മളെ കയ്പ്പക്കച്ചാർ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് തണിഞ്ഞതിന് ശേഷം ഭരണിയിൽ കൂട്ടുന്നത് കാണാം. അങ്ങനെ നമ്മളെ അച്ചാർ കയ്പ്പക്കച്ചാറിൽ ഇവിടെ റെഡിയായി. ഭരണിയിലേക്ക് ഞാൻ ഒഴിക്കുന്നുണ്ട്. പള്ളിയിലത്തെ മൗലൂദിൻ്റെ കൂറ്റാണ് കേൾക്കുന്നത് കേട്ടോ. ഞങ്ങളുടെ അടുത്ത് പള്ളിയുണ്ട്. അതിൻ്റെ മൗലൂദിൻ്റെതാണ് കേൾക്കുന്നത്. പിന്നെ മാങ്ങയും ഈത്തപ്പഴം ബീട്രൂട്ട് എല്ലാം മിക്സ് ചെയ്യുന്നുണ്ട്. അത് വേറെ തന്നെ. നല്ല സ്റ്റിക്കർ ഒട്ടിക്കണത്രേ. എല്ലാത്തിൻ്റെ സ്റ്റിക്കറും ഒട്ടിക്കണത്രേ.